കോഴിക്കോട് താമരശ്ശേരിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ച കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി പെൺകുട്ടിയുടെ പിതാവ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. അതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തു വന്നത്. പീഡിപ്പിച്ച ശേഷം പെൺകുട്ടിയെ താമരശ്ശേരി ചുരത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. കോഴിക്കോട് നിന്ന് സിദ്ദിഖ് താമരശ്ശേരി ചേരുന്നുണ്ട്. സിദ്ദിഖ്, ഈ സംഭവം ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. നമുക്കറിയാം, ഈ സമീപകാലത്ത് പെൺകുട്ടികൾ ഉൾപ്പെടെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ ലഹരി നൽകിയൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് സമീപ ദിവസങ്ങൾ പരിശോധിച്ചാൽ ആദ്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് താമരശ്ശേരിയിൽ സംഭവിച്ചത്? ടോം, തീർത്തും ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചൊവ്വാഴ്ചയാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. 18 വയസ്സുള്ള ഒരു കുട്ടിയാണ്. കൂട്ടരഞ്ഞി ഭാഗത്തുള്ള ഈ കുട്ടി പുതുപ്പാടിയിലെ ഒരു സ്വകാര്യ കോളേജിൽ ഡിഗ്രി 1ാം വർഷം പഠിക്കുകയാണ്. ഈ ചൊവ്വാഴ്ച കുട്ടി കോളേജിൽ എത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് കോളേജ് അധികൃതർ വീട്ടുകാരുമായി ബന്ധപ്പെട്ടു. ഈ സമയത്താണ് കുട്ടി വീട്ടിലും എത്തിയിട്ടില്ല എന്ന് പറയുന്നത്. ഇതിന് സമീപത്തായി ഒരു സ്വകാര്യ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടിയാണ്. ഇങ്ങനെ കുട്ടിയുടെ രക്ഷിതാവ് ഇന്നലെ താമരശ്ശേരി സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഈ പരാതി പ്രകാരം മിസ്സിംഗിന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയിൽ ഈ കുട്ടിയെ ചുരത്തിൽ 9ാം വളവിന് സമീപം ഉണ്ട് എന്നുള്ളൊരു വിവരം കുട്ടി തന്നെയാണ് ഈ പിതാവിനെ വിളിച്ച് അറിയിക്കുന്നത്. ഇത് പ്രകാരം പിതാവ് ഈ വിവരം താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. താമരശ്ശേരി പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ഈ കുട്ടിയെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് വനിതാ പോലീസിന്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ വിദ്യാർത്ഥിനി പുറത്തു പറയുന്നത്. തന്നെ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഒരു യുവാവ് പരിചയപ്പെട്ടുവെന്നും അങ്ങനെ നമ്പർ നൽകി ഇത് വിളിക്കണമെന്നും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞു എന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത്. തുടർന്ന് താൻ വിളിച്ച സമയത്ത് തന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയി. തുടർന്ന് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കാറിൽ കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് പല സ്ഥലത്ത് എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. 4 ദിവസത്തോളം അങ്ങനെ പല സ്ഥലങ്ങളിലായി വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കി തനിക്ക് ലഹരി നൽകി ചില ലഹരി വസ്തുക്കൾ നൽകിയാണ് പീഡിപ്പിച്ചത് എന്നും ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് പ്രകാരം വനിതാ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും നേരത്തെ ഉണ്ടായിരുന്ന കേസിലേക്ക് ഈ മറ്റു വകുപ്പുകൾക്ക് കൂടി ചേർത്തി അന്വേഷണം നടത്തുകയും ചെയ്തു. പെൺകുട്ടി പറയുന്നത് നിരന്തരമായി പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ്. ഈ യുവാവിനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുതുപ്പാടി മേഖലകളിൽ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഹരി വിതരണം ചെയ്യുന്ന ഒരു യുവാവാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പ്രതിയുടെ ഫോട്ടോ പോലീസ് കാണിച്ചു കൊടുത്തപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഈ പുതുപ്പാടി മേഖലകളിൽ ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും വളരെ എവിടെയാണെന്ന് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? കാരണം സിദ്ദിഖ് തന്നെ സൂചിപ്പിച്ചു, ഈ പുതുപ്പാടി മേഖല താമരശ്ശേരി കേന്ദ്രീകരിച്ചെല്ലാം ലഹരി മാഫിയ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാഫിയയിലെ കണ്ണിയാണ് ഈ പ്രതി എന്ന് പറയുന്നു. കഴിഞ്ഞ 4 ദിവസത്തോളം ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എറണാകുളത്ത് ഉൾപ്പെടെ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അതായത് ആ ദിവസങ്ങളിലെല്ലാം പെൺകുട്ടിക്ക് ലഹരി മരുന്ന് നൽകിയെന്നാണോ പറയുന്നത്? ഇതിനു മുൻപും, അതായത് ആദ്യമായിട്ടാണോ ഈ പെൺകുട്ടി ഈ യുവാവിനൊപ്പം ഇതേപോലെ പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ടോം, പോലീസ് പറയുന്നത് ഈ പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരം പോലീസ് പറയുന്നത് ഒരു തവണ മാത്രം കണ്ടു എന്ന് മാത്രമാണ്. അതായത് ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന സമയത്താണ് കാണുന്നത്. അങ്ങനെ കണ്ട സമയത്ത് നമ്പർ നൽകി തന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കോളേജിൽ എത്തിയ സമയത്ത് ഞാൻ വിളിച്ച സമയത്ത് തന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നും പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് അത്രത്തോളം പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു തവണ വിളിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ഡിഗ്രി പഠിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ഇറങ്ങിപ്പോവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കിയിരിക്കാം എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ, ഈ കോളേജും പരിസരങ്ങളും അതുപോലെ ഹോസ്റ്റൽ ഭാഗങ്ങളിലൊക്കെ തന്നെ ലഹരി മാഫിയ വല്ലാതെ വിദ്യാർത്ഥിനികളെ ഉൾപ്പെടെ ലക്ഷ്യം വെക്കുന്നു എന്ന് നമുക്ക് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. പോലീസിനും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങളായി
പ്രത്യേകമായി ഈ ഭാഗങ്ങളിൽ ലഹരി മാഫിയ വല്ലാതെ പിടിമുറുക്കുന്നുണ്ട്. ഏജൻസികളെ വെച്ച് വിദ്യാർത്ഥികളെ വശീകരിക്കാൻ, വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഏജന്റുകളെ വെച്ച് കൊണ്ട് ഈ ലഹരി മാഫിയ പ്രവർത്തിക്കുന്ന വിവരങ്ങളും പോലീസിനും അതുപോലെ നമുക്കുമൊക്കെ ലഭിക്കുന്നുണ്ട്. എക്സൈസും ഇത് സംബന്ധിച്ച് നേരത്തെയും പലതവണ അന്വേഷണം നടത്തുകയും വിഭാഗങ്ങളിൽ ഇടയ്ക്ക് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കാര്യമായ ഒരു പുരോഗതിയൊന്നും ഈ അന്വേഷണങ്ങളിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ലഹരി മാഫിയ തഴച്ചു വളരുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശങ്ങളിലുള്ളത്. ഒരു ഗത്യന്തരമില്ലാതെ എന്ന് പറയാം, അടിവാരം കേന്ദ്രീകരിച്ച്, പുതുപ്പാടി അടിവാരം കേന്ദ്രീകരിച്ച് നിരവധി മഹല്ലുകൾ ചേർന്നുകൊണ്ട് ഒരു ലഹരിക്കെതിരെ കൂട്ടായ്മ ഉണ്ടാക്കുകയും ഇതിലേക്ക് ക്ഷേത്രം ഭാരവാഹികളെയും അതുപോലെ ചർച്ച് ഭാരവാഹികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ കൂട്ടായ്മ ഉണ്ടാക്കുകയും നാട്ടിൽ പലതവണ വലിയ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ മുന്നറിയിപ്പുകളും മഹല്ല് വിലക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി ആളുകളെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഈ പ്രദേശത്ത് നിന്ന് ജനകീയമായി ഇടപെട്ടുകൊണ്ട് എത്തിച്ചിരുന്നു. ഈ രീതിയിൽ വലിയ രീതിയിൽ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം നടക്കുന്ന പ്രദേശം കൂടിയാണ് ഈ താമരശ്ശേരിയോട് ചേർന്നിരിക്കുന്ന ഈ ഭാഗം. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പുതുപ്പാടി പ്രദേശം എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെയും വയനാടിന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ലഹരി മാഫിയക്ക്, അതായത് വയനാട് ചുരം ഇറങ്ങി വരുന്ന ഭാഗം, ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഭാഗം, അതുപോലെ തന്നെ കർണാടക ബാംഗ്ലൂർ റോഡ് യാത്ര, ഈ ഒരു ഏരിയ, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ്. മലമടക്കുകൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ്. ഒട്ടേറെ റിസോർട്ടുകളും അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുള്ള ഒരു പ്രദേശമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ വിനോദസഞ്ചാരികളായിട്ട് എത്തുന്ന എന്ന് കരുതുന്ന രീതിയിലാണ് പുറമെ നിന്നുള്ള ആളുകൾ പോലും ഈ ലഹരിയുമായി ഈ പുതുപ്പാടി പ്രദേശത്തേക്ക് എത്തുന്നത്. ഇത് നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നാട്ടുകാർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. പോലീസിനാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഇടപെടാൻ നിരവധി പരിമിതികൾ ഉണ്ട് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാരത്തിന് എന്ന രീതിയിൽ എത്തുന്ന ആളുകൾ, അപകടം നിറഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത്. അതീവ ജാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ചും സ്കൂളുകളും കോളേജുകളും തുറന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ലഹരി മാഫിയ വിദ്യാർത്ഥികളെ വലയിലാക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ സമീപകാലത്താണ് തിരുവനന്തപുരത്തെ ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ പോലീസുകാരന്റെ മകൾ 14 വയസ്സുള്ള പെൺകുട്ടി അമിതമായ ലഹരി ഉപയോഗം മൂലം മരിച്ച സംഭവം ഞെട്ടലോടെ നമ്മൾ കേട്ടത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ആ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. ഒരു കാര്യം പെൺകുട്ടികൾ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, ലഹരി മാഫിയ ഈ കുട്ടികളെ, വിദ്യാർത്ഥികളെ വലയിലാക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തും. ജാഗ്രതയാണ് ആവശ്യം. കൃത്യമായും ഈ സ്കൂളുകളും കോളേജുകളും തുറന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ കുട്ടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ പോലും മനസ്സിലാക്കാൻ പോലും ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ ഇതുപോലുള്ള ഒരു അറിയിപ്പ്, അതായത് മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് സൂചന ലഭിച്ചാൽ, അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടത്. എന്തായാലും ഈ താമരശ്ശേരിയിലെ പുതുപ്പാടിയിലെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലഹരി നൽകിയുള്ള പീഡന വിവരം പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ നൽകിയത് താമരശ്ശേരിയിൽ നിന്നും സിദ്ദിഖാണ്. സിദ്ദിഖ്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുക. എവിടെയാണ് ഈ പ്രതി എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചനകൾ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.